അർജുനൻ പറഞ്ഞു, യോഗത്തിൽ വിജയിക്കാത്തവനും എന്നാൽ ഭക്തിയുള്ളവനും യോഗത്തിൽ നിന്ന് ചലിതചിത്തനായാൽ യോഗസംസിദ്ധിയെ പ്രാപിക്കാൻ കഴിയാതെ ഹേ കൃഷ്ണ ഏത് ഗതിയെ പ്രാപിക്കുന്നു? യോഗത്തിൽ നിന്നും ലൗകികതയിൽ നിന്നും പുറന്തള്ളപ്പെട്ട് യോഗ വഴിയിൽ വിമൂഢനായിട്ട് സ്ഥിരതയില്ലാത്തവനായി മഹാബാഹുവായ കൃഷ്ണ, അവൻ ചിന്നിച്ചിതറിയ മേഘം പോലെ നശിക്കുകയില്ലേ? ഹേ കൃഷ്ണ, എൻ്റെ ഈ സംശയത്തെ മുഴുവനും ഛേദിക്കുന്നതിന് അങ്ങ് അർഹനാണ്. തീർച്ചയായും വേറൊരാളെയും ഈ സംശയത്തിൻ്റെ നാശകനായി കാണുന്നില്ല. നൈവേഹ നാമുത്ര വിനാശസ്തസ്യ വിദ്യതേ നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ പാർത്ഥ, ചിത്തശുദ്ധിയെ മുൻനിർത്തി ശുഭകർമ്മം ചെയ്യുന്ന ഒരുവനും ഒരിക്കലും ദുർഗതിയെ പ്രാപിക്കുന്നില്ല. ഇഹലോകത്തിലാകട്ടെ പരലോകത്തിലാകട്ടെ യോഗഭ്രഷ്ടചിത്തന് നാശം തീർച്ചയായും ഭവിക്കില്ല. പുണ്യകൃതാൻ ലോകാൻ ഉഷിത്വാ ശാശ്വതി സമാ ശുചീനാം ശ്രീമതാം ഗേഹ യോഗഭ്രഷ്ടോഭിജായത്തെ അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം ഏതദ്ധി ദുർലഭതരം ലോകേ ജന്മയദീദൃശം. പുണ്യം ചെയ്തവരുടെ ലോകങ്ങളെ പ്രാപിച്ചിട്ട് ശാശ്വതങ്ങളായ വർഷങ്ങളെ അധിവസിച്ചിട്ട് യോഗഭ്രഷ്ടനായവൻ ധനവാന്മാരുടെ ഗൃഹത്തിൽ ജനിക്കുന്നു, അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിശക്തിയുള്ള യോഗികളുടെ തന്നെ കുലത്തിൽ ജന്മം ഭവിക്കുന്നു. ഇപ്രകാരമുള്ള ജന്മം ലോകത്തിൽ ദുർലഭം തന്നെയാകുന്നു. തത്ര തം ബുദ്ധിസംയോഗം ലഭത്തെ പൗർവദേഹികം യതത്തെ ച തതോ ഭൂയ സംസിദ്ധൗ കുരു നന്ദന. ഹേ കുരുനന്ദന, ആ ജന്മത്തിൽ പൂർവദേഹത്തെ സംബന്ധിച്ചതായ ആ ബോധവൽക്കരണത്തെ ലഭിക്കുന്നു. അനന്തരം പിന്നെയും യോഗസിദ്ധിക്കായി യത്നിക്കുകയും ചെയ്യുന്നു. പൂർവാഭ്യാസേന തേനൈവ ക്രിയത്തെ ഹ്യവശോപി സഹ ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാതി വർത്തത്തെ. മുജ്ജന്മത്തിൽ ആർജിക്കപ്പെട്ട പൂർവ അഭ്യാസത്താൽ തന്നെ അവശനായിട്ടെങ്കിലും അവൻ യോഗ സിദ്ധാന്തത്തിൽ ആകർഷിക്കപ്പെടുന്നു. ജിജ്ഞാസുവായ ആ യോഗി ധർമ്മശാസ്ത്ര പ്രമാണങ്ങളെ അതിക്രമിക്കുന്നു.
यत्नाद्यतमानस्तु योगी संशुद्ध किल्बिषः अनेकजन्म संसिद्धस्ततो याति പരാം ഗതിം. അനുഷ്ഠാനത്താൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന യോഗിയാവട്ടെ പാപരഹിതനായി അനേക ജന്മങ്ങളാൽ ആർജിക്കപ്പെട്ട ജ്ഞാനസിദ്ധിയാൽ പരമപുരുഷാർത്ഥമായ ജ്ഞാനത്തെ പ്രാപിക്കുന്നു. ഭക്തിയോഗത്തെ തന്നെ പ്രതിപാദിക്കുന്നു. ശരീരസ്ഥിതനായ ആത്മാവ് ബ്രഹ്മവുമായി അലിഞ്ഞു ചേരുന്നു. തപസ്വിഭ്യോധികോ യോഗി ജ്ഞാനിഭ്യോപി മതോധികഃ കർമ്മിഭ്യശ്ചാധികോ യോഗി തസ്മാദ്യോഗി ഭവാർജുന. തപസ്വികളെക്കാളും ജ്ഞാനികളെക്കാളും കർമ്മയോഗികളെക്കാളും ശ്രേഷ്ഠനാകുന്നു ധ്യാനയോഗി. അതിനാൽ ഹേ അർജുന, നീ മനസ്സിൻ്റെ സമനില അഭ്യസിക്കുന്ന യോഗാവസ്ഥയെ പ്രാപിച്ചാലും